ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ PSC. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 സെപ്റ്റംബർ 1 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്തിടെ കമ്മീഷൻ ചെയ്ത 2 സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകളാണ് INS ഹിമഗിരി, INS ഉദയഗിരി. അടുത്തിടെ കമ്മീഷൻ ചെയ്ത 2 സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകളാണ് INS ഹിമഗിരി, INS ഉദയഗിരി. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ആണ്. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. കാണ്ട്ല തുറമുഖം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ദീൻ ദയാൽ തുറമുഖം എന്നാണ്. ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം ഏതാണ്? കാണ്ട്ല. അടുത്തത്, റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. അടുത്തത്, വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കെ സോമപ്രസാദ്. വയോജന കമ്മീഷൻ അധ്യക്ഷൻ കെ സോമപ്രസാദ്. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം 19ആണ്. ഒന്നാം സ്ഥാനം ഡൽഹിക്കാണ്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം 19, ഒന്നാം സ്ഥാനത്ത് ഡൽഹി. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവാണ് സ്വമ്മ്. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയാണ് ശുചിത്വ സ്വാഗരം. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച യുവാക്കൾക്കായുള്ള 1 ലക്ഷം കോടി രൂപയുടെ തൊഴിൽ പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് തൊഴിൽ പദ്ധതി. പരീക്ഷണ വിക്ഷേപണത്തിൽ വിജയിച്ച 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. അപ്പോ ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഷിപ്പ്. അത് രൂപകൽപ്പന ചെയ്തത് സ്പേസ് എക്സ് ആണ്. അതിന്റെ ദൗത്യം എന്താണ്? 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കുക. 2025 ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് കിട്ടും. എല്ലാവരും അതോടെ ഒന്ന് കാണണേ. അടുത്തത്, ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് ജി ഹരികൃഷ്ണൻ. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് ജി ഹരികൃഷ്ണൻ. ഇനി എന്താണ് ഈ സമുദ്രയാൻ പദ്ധതി? ഇന്ത്യയുടെ മനുഷ്യ സമുദ്ര ദൗത്യമാണ് സമുദ്രയാൻ. ഇന്ത്യയുടെ മനുഷ്യ സമുദ്ര ദൗത്യം. ആഴക്കടൽ പര്യവേഷണത്തിനായുള്ള ഒരു ഇന്ത്യൻ പദ്ധതിയാണ് സമുദ്രയാൻ മിഷൻ. 6000 മീറ്റർ ആഴത്തിൽ 3 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു മുങ്ങിക്കപ്പൽ വികസിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ ദൗത്യത്തിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് മത്സ്യ 6000 എന്ന പേരിൽ സബ്മേഴ്സിബിൾ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കുന്നത്. ഇനി ഈ സമുദ്രയാൻ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. 6000 മീറ്റർ ആഴത്തിൽ 3 ജീവനക്കാരെ എത്തിക്കാൻ ശേഷിയുള്ള മുങ്ങിക്കപ്പൽ നിർമ്മിക്കുക. ആഴക്കടലിലെ ധാതുക്കൾ പോലുള്ള വിഭവങ്ങൾ കണ്ടെത്തുകയും അവയുടെ സുസ്ഥിരമായ ഉപയോഗം സാധ്യമാക്കുകയും ചെയ്യുക. ഇന്ത്യയുടെ ബ്ലൂ ഇക്കണോമി സംരംഭങ്ങളെ പിന്തുണയ്ക്കുക. ഇത്രയുമാണ് സമുദ്രയാൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി ഇതിന്റെ പ്രധാന സവിശേഷതകൾ കൂടെ നോക്കാം. ഇതിനുപയോഗിക്കുന്ന വാഹനം ഏതാണ്? മത്സ്യ 6000 എന്നു പേരുള്ള ടൈറ്റാനിയം ഘടിപ്പിച്ച 25 ടൺ ഭാരമുള്ള സബ്മേഴ്സിബിൾ. പ്രവർത്തന സമയം സാധാരണയായി 12 മണിക്കൂറാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ 96 മണിക്കൂർ വരെ ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. ഇത് നിർമ്മിച്ചത് കേരളത്തിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. ഇനി സമുദ്രയാൻ പദ്ധതിക്ക് മുന്നോടിയായി ചരിത്രത്തിൽ ആദ്യമായി 5 കിലോമീറ്റർ ആഴത്തിലേക്ക് ജലയാത്രികരെ അയച്ച് ഇന്ത്യ പുതിയ നേട്ടം കൈവരിച്ചു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നോട്ടിയിൽ എന്ന ജലപേടകമാണ് ഇതിനായി
ഉപയോഗിച്ചത്. ഫ്രാൻസുമായി സഹകരിച്ചായിരുന്നു ഈ യാത്ര. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ. അടുത്തത്, ഉക്രൈൻ യുദ്ധം പരിഹരിക്കുക എന്ന ലക്ഷ്യമിട്ട് യുഎസിലെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തിയ പ്രസിഡന്റുമാർ ആരൊക്കെയാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. ഇന്ത്യയിലെ അടുത്ത യുഎസ് സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് സെർജിയോ ഗോർ. അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് അഡമോള എ അഡനിലേക്കാണ്. പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് അഡമോള എ അഡനിലേക്ക്. നമ്മുടെ ടെലഗ്രാം ചാനലില് എല്ലാ ദിവസവും PYQ ഡിസ്കഷന്റെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ദിവസവും അതത് ദിവസം ഡിസ്കസ് ചെയ്യുന്ന PYQന്റെ PDF ഇടുന്നതായിരിക്കും. നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ഡിസ്കഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കൂടുതൽ പ്രയോജനകരമായിരിക്കും. പിന്നെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് യൂട്യൂബിലും ലഭ്യമാണ്. എല്ലാവരും അതുകൂടെ കാണുക. അടുത്തത്, പോൾ വോൾട്ടിൽ 13ാം തവണയും ലോക റെക്കോർഡിട്ട താരമാണ് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 7-നാണ് ദേശീയ ജാവലിൻ ദിനം. ഓഗസ്റ്റ് 7. നീരജ് ചോപ്ര 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ജാവലിൻ ദിനം ആചരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് ചൈനയിലെ ബെയ്ജിംഗിലാണ്. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് ചൈനയിലെ ബെയ്ജിംഗ്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ്. മദർ മേരി കംസ് ടു മീ ആരുടെ ഓർമ്മ പുസ്തകമാണ്? മദർ മേരി കംസ് ടു മീ ആരുടെ ഓർമ്മ പുസ്തകമാണ്? അരുന്ധതി റോയ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ബ്രിട്ടീഷ് പൗരയായ 116 വയസ്സുള്ള ഏഥർ കാദർഹാം. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം പദവി നേടിയത് കേരളം. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാന പദവി നേടിയത് കേരളം. രാജ്യത്തെ ആദ്യ IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കാട്ടാക്കട പഞ്ചായത്താണ്. രാജ്യത്തെ ആദ്യ IoT പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കാട്ടാക്കട പഞ്ചായത്ത്. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. പാർലമെന്റ് പാസാക്കിയ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പറയുന്ന എന്താണ്? ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകും. ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നു. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ഗ്രാമമാണ് ധരാലി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരി പട്ടം നേടിയത് രാജസ്ഥാൻകാരിയായ മനിക വിശ്വകർമ്മ. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യരെ എത്തിക്കാനുള്ള സബ്മേഴ്സിബിൾ വാഹനമാണ് മത്സ്യ 6000. 2035 ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാറ തെണ്ടുൽക്കർ ആണ്. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ സാറ തെണ്ടുൽക്കർ.